വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതീക്ഷ, ഇതിൽ ഈ തട്ടിപ്പ് നടന്ന രീതിയാണ്. ഇത് ജയചന്ദ്രന്റെ പേരിൽ പോലുമല്ല ലോൺ എടുത്തിരിക്കുന്നത്. ബിനാമി പേരുകളിൽ ലോൺ എടുക്കുക, അതിന് ഷുവറിറ്റി ആയിട്ട് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ആ രീതിയിലാണോ തട്ടിപ്പ് നടന്നത്? ഇപ്പോൾ എത്ര ലക്ഷം രൂപയുടെയൊക്കെ വീതമാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്? 1 ലക്ഷവും 50,000 അങ്ങനെയാണോ? പല ആളുകളുടെ പേരിൽ പല സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പണമെടുക്കുക, ഇതായിരുന്നു രീതി. അരുൺകുമാർ, തീർച്ചയായും. കാരണം ഓരോ ആളുകളുടെയും സാലറി ക്രമം, അതായത് സാലറിയുടെ ബേസിക് സാലറി അടിസ്ഥാനത്തിലാണ് ഈ രൂപ എടുത്തിരിക്കുന്നത്. നമുക്ക് ബൈറ്റ് നൽകിയ 2 പേർ, അതിൽ അധ്യാപകന്റെ സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങി 4 ലക്ഷം രൂപയാണ് KSFE-യിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളത്. ആ 4,50,000 രൂപ അദ്ദേഹം ഇതുവരെയും അടച്ചിട്ടുണ്ട്. ഇനിയും പലിശയും അടയ്ക്കാനുണ്ട്. അത്തരത്തിലാണ് അധ്യാപകൻ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്. അതിന് ശേഷം സംസാരിച്ച ആ ഒരു സ്ത്രീ, അവരൊരു വിധവയാണ്, വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സ്ത്രീയാണ്. അവരുടെ സാലറി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച 10 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അങ്ങനെ പലരുടെ കയ്യിൽ നിന്ന് സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങി പലയിടങ്ങളിൽ, ഒരാളുടെ സാലറി സർട്ടിഫിക്കറ്റ് തന്നെ പലയിടങ്ങളിൽ ഈട് നൽകി വായ്പ എടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നിമിഷം, ഈ ജയചന്ദ്രൻ ഇങ്ങനെ നിരവധി ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജയചന്ദ്രനോട് സംസാരിച്ചപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞത് എന്താണ് പ്രതീഷ്? സഹോദരന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി പണമെടുത്തു എന്നാണ്, അല്ലേ? അരുൺകുമാർ, അത് തീർച്ചയായും. കാരണം സഹോദരൻ നേരത്തെ ഒരു ട്രാവൽസുമായി ബന്ധപ്പെട്ട ചില ബിസിനസ്സുകൾ നടത്തിയിരുന്നു, അത് തകർന്നു. അങ്ങനെ ആ സഹോദരനെ സഹായിക്കാൻ വേണ്ടിയാണ് പലരിൽ നിന്ന് വായ്പകൾ എടുത്തിട്ടുള്ളത്. പക്ഷേ അത് ആരെയും ചതിക്കാനായിരുന്നില്ല. ഈ വായ്പ എടുത്ത് ഇത് വലിയ ബാധ്യതയായി മാറി. പക്ഷേ കൊടുത്തു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിന് നടക്കുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അഡ്വക്കേറ്റ് ആണ്. ഏകദേശം എത്ര പേരോളം വരുമായിരിക്കും? നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രതീഷ്? അരുൺകുമാർ, ആ അധ്യാപകനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം KSTയുടെ കൂടി ഒരു ഭാരവാഹിയാണ്. ഈ അധ്യാപകർ 50-ന് മുകളിൽ അധ്യാപകരുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പാർട്ടി സെക്രട്ടറി വലിയൊരു തുകയായി വരില്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ അല്ലേ അപ്പോൾ തട്ടിപ്പ് നടന്നിരിക്കുന്നത്? അരുൺകുമാർ, തീർച്ചയായും. നമ്മളുടെ അന്വേഷണത്തിൽ 7ഓളം സഹകരണ സംഘങ്ങളിലെ തന്നെ ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അധ്യാപകരുടെ കയ്യിൽ നിന്ന് സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. അദ്ദേഹം അതിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഇരയായിട്ടുണ്ട് എന്ന്. അവരുടെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ അവർ മാത്രമാണ് പറ്റിക്കപ്പെട്ടത് എന്നതാണ് അവർ മനസ്സിലാക്കിയത്. പക്ഷേ പിന്നീട് അന്വേഷിക്കുമ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കിളിമാനൂർ മേഖലകളിൽ